അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് സർക്യൂട്ടാണ്. ഇത് നമ്മൾ റെക്ടിഫയർ സർക്യൂട്ടാണ്, ഹാഫ് വേവിൻ്റെ പോലെ തന്നെ. ഇതിൽ നമ്മൾ 2 ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫുള്ള് വേവായിട്ട് നമുക്കിത് സെൻറ്റർ ടാപ്പ് റെക്ടിഫൈ ചെയ്ത് കിട്ടും. അതായത് ഇത് പോസിറ്റീവ് ആ സൈക്കിളിൽ നെഗറ്റീവ് ആ സൈക്കിളിൽ കണ്ടക്ട് ചെയ്യും. പോസിറ്റീവ് ആ സൈക്കിളിൽ D1 കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ആ സൈക്കിളിൽ D2 കണ്ടക്ട് ചെയ്യും. ഇത് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ് നമ്മൾ എടുക്കുന്നത്. അതായത് സാധാരണ പോലെ 2 ഇൻപുട്ട് അല്ലാണ്ട് നടുക്കുന്ന വേറൊരു ഔട്ട്പുട്ടും ഉണ്ടാവും ഇതിന്. അതാണ് സെൻറ്റർ ടാപ്ഡ് ഔട്ട്പുട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണക്ഷൻസിലേക്ക് വരാം. ഇതിൻ്റെ ഇതനുസരിച്ച് ആദ്യം AC സോഴ്സായിട്ട് നമുക്ക് ട്രാൻസ്ഫോമർ എടുക്കുക. അത് ഈ ട്രാൻസ്ഫോമർ അതിൻ്റെ ഈ 2 ഇതുമാണ്, ഇത് 2. അത് നമുക്ക് പോയേക്കുന്നത് ഒരടിയിലത്തെ പോയിന്റിലേക്ക്, ഇവിടെ വേറൊരു പോയിന്റ് ഇവിടെ, ഈ 2 സ്ഥലത്തേക്കുമാണ് പോയേക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിലെ അനുസരിച്ച് 2 ഡയോഡ് കുത്തുക. 2 ട്രാൻസ്ഫോമറിൻ്റെ അവിടെ 2 ഡയോഡിനെ പോസിറ്റീവിലേക്കായിട്ട് ആണ് പോകേണ്ടത് കണക്ഷൻ. ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ടെർമിനലിൽ നിന്ന് ഒരു ഡയോഡിൻ്റെ പോസിറ്റീവിലും മറ്റേ ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് മറ്റേ ടെർമിനലിൽ നമ്മൾ കൊടുത്തു. ഓക്കെ, 2 ട്രാൻസിസ്റ്റർ ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് വരിക. ആ 2 നെഗറ്റീവ് ടെർമിനൽ നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്തു. ഇതേ 2 കൂടി കൂട്ടി വെച്ചൊരു വയർ കൊടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ വര ഇത്രയും ഭാഗം സെറ്റ് കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ ഡയോഡിൻ്റെ മോൾ ഭാഗത്തുനിന്ന് ഒരു കപ്പാസിറ്റർ ഫിൽറ്ററും ഒരു റെസിസ്റ്ററും കൊടുക്കണം. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഡയോഡിൻ്റെ അവിടെ നിന്ന് ഒരു കപ്പാസിറ്റർ ഫിൽറ്റർ ഇവിടെ നിന്ന് ഇത് ചുമ്മാ ഒരു കോയിനിലേക്ക് കൊടുത്തു. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ബോക്സ് സെയിം കപ്പാസിറ്റർ കൊടുത്താണ് സെയിം പൊസിഷനിലും കൊടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് റെസിസ്റ്റൻസ് ബോക്സും കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ 3ാമത്തെ വയർ സെൻറ്റർ ടാപ്ഡ് വയർ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റർ നെഗറ്റീവ് കൊടുത്തേക്കണം. അങ്ങോട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു. ഇതിങ്ങോട്ട് കണക്ഷൻ കൊടുത്തു. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോമർ ഓണാക്കുക. ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് റെസിസ്റ്റൻസ് ബോക്സിൽ നമ്മൾ 50 ഓം റെസിസ്റ്റൻസ് ഇട്ട് വെച്ചു. ഒരു മൾട്ടിമീറ്റർ എടുക്കുക, പോസിറ്റീവ് നെഗറ്റീവ്, അതിൻ്റെ AC-ലിടാം. നമുക്ക് ഈ റെസിസ്റ്റൻസ് ബോക്സ് ലോഡ് റെസിസ്റ്റർ അതിൻ്റെ അക്രോസ് വയ്ക്കുമ്പോൾ AC നമുക്ക് കിട്ടുന്നതാണ്. AC ഇത് നമ്മൾ വിത്ത് ഫിൽറ്ററാണ് ആദ്യം ചെയ്യണത്. AC വിത്ത് ഫിൽറ്റർ, അതാണ് കപ്പാസിറ്റർ ഉള്ളത്. അത് AC ഇത് ഔട്ട്പുട്ട് വിത്ത് ഫിൽറ്റർ എന്ന് പറഞ്ഞ ടേബിളിൽ എഴുതുക. ഇവിടെ എഴുതുക. എന്നിട്ട് ഇത് DC-യിലേക്ക് ആക്കുക. DC-യിലേക്ക് ആക്കുക. അതേപോലെ തന്നെ അവിടെ DC ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് ഫിൽറ്റർ നമുക്ക് കിട്ടും. അങ്ങനെ ഇത് 50 കഴിഞ്ഞു. അടുത്തത് 100ൻ്റെ എടുക്കുക, 150, അങ്ങനെ എടുത്തു പോവുക. വിത്ത് ഫിൽറ്ററിൻ്റെ റിപ്പിൾ ഫാക്ടർ AC/DC, ഈ AC/DC ചെയ്ത് റിപ്പിൾ ഫാക്ടർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. ആവറേജ് റിപ്പിൾ ഫാക്ടർ എടുക്കുക. എന്നിട്ട് കപ്പാസിറ്റർ നമ്മളിത് അങ്ങോട്ട് ഊരി മാറ്റിയ ശേഷം ഇതേപോലെ തന്നെ ആ സാധനത്തിൽ വെച്ച് വിത്തൗട്ട് ഫിൽറ്ററിൻ്റെ നമ്മൾ ടേബിള് AC ഔട്ട്പുട്ട് DC ഔട്ട്പുട്ട് എന്നുള്ളത് മാറ്റി എടുക്കുക. റിപ്പിൾ ഫാക്ടർ AC/DC കാൽക്കുലേറ്റ് ചെയ്യുക, മീൻ എടുക്കുക. ഇത്രേ ഉള്ളൂ.